കറണ്ട് അഫയേഴ്സ്. ഹരിയാനയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നണി തുടർച്ചയായി എത്രാം തവണയാണ് വിജയം നേടിയത്? മൂന്നാം തവണ. നയാബ് സിംഗ് സൈനിയാണ് പുതിയ മുഖ്യമന്ത്രി. 10 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കാശ്മീരിൽ 90-ൽ 49 സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം ഭരണം നേടി. ഒമർ അബ്ദുള്ളയാണ് നാഷണൽ കോൺഫറൻസ് മുഖ്യമന്ത്രി. സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഇന്ത്യയിലെ ഏക തീവണ്ടി സർവീസ് 75-ാം വാർഷികം ആഘോഷിക്കുന്നു. സർവീസിന്റെ പേര് പക്രാനങ്കൽ തീവണ്ടി സർവീസ്. പക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് യന്ത്രങ്ങളും മനുഷ്യരെയും എത്തിക്കുന്നതിനായി 1948-ലാണ് സർവീസ് ആരംഭിച്ചത്. പഞ്ചാബിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും അതിർത്തിയിലൂടെ പ്രതിദിനം ഒരു സർവീസാണ് നടത്തുന്നത്. ഫക്ര ബീസ് മാനേജ്മെന്റ് ബോർഡാണ് 27.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ സൗജന്യ യാത്രയുടെ ചുമതലക്കാർ. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളതുമായ ദൂരദർശിനി മേജർ അറ്റ്മോസ്ഫെറിക് ചെറൻകോവ് എക്സ്പെരിമെന്റ് ടെലസ്കോപ്പ്. ലഡാക്കിലെ ഹാൻലെയിൽ പ്രവർത്തനം തുടങ്ങിയ ഈ ദൂരദർശിനി സമുദ്രനിരപ്പിൽ നിന്ന് 4300 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ആസ്ഥാനമായുള്ള ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ തദ്ദേശീയമായി നിർമ്മിച്ചതാണിത്. ഉയർന്ന ഊർജമുള്ള ഗാമാകിരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ പര്യാപ്തമായ ഈ നിരീക്ഷണ കേന്ദ്രം റഷ്യൻ ശാസ്ത്രജ്ഞൻ ചെറൻകോവിന്റെ സ്മരണയ്ക്കായാണ് സമർപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര സേനാനി മുഹമ്മദ് അബ്ദുറഹിമാൻ ആരംഭിച്ച അൽ അമീൻ പത്രത്തിന് 2024-ൽ എത്ര വർഷം തികഞ്ഞു? 100 വർഷം. 1924 ഒക്ടോബർ 12-നാണ് കോഴിക്കോട്ട് നിന്ന് അൽ അമീറിന്റെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചത്. വിശ്വസ്തൻ എന്നാണ് അൽ അമീൻ എന്ന അറബി പത്രത്തിന്റെ അർത്ഥം. തുടക്കത്തിൽ ആഴ്ചയിൽ 3 ദിവസങ്ങളിലായി പ്രസിദ്ധീകരിച്ച പത്രം 1940 ജൂൺ 25-ൽ ദിനപത്രമായി 1939-ൽ പ്രസിദ്ധീകരണം നിർത്തി. അടുത്തിടെ അന്തരിച്ച മച്ചാട്ട് വാസന്തി ഏതു നിലയിലാണ് പ്രസിദ്ധി നേടിയത്? പിന്നണി ഗായിക. 13-ാം വയസ്സിൽ മിന്നാമിനുങ്ങെന്ന സിനിമയിൽ പാടി ഓളവും തീരവും എന്ന ചിത്രത്തിൽ യേശുദാസിനോടൊപ്പം പാടിയ മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല എന്ന ഗാനത്തിലൂടെ പ്രസിദ്ധി നേടി. ഏത് പ്രശസ്ത നാവികന്റെ ഭൗതിക അവശിഷ്ടവുമായി ബന്ധപ്പെട്ട നിഗൂഢതയ്ക്കാണ് അടുത്തിടെ ചുരുളഴിഞ്ഞത്? ക്രിസ്റ്റഫർ കൊളംബസ്. 20 വർഷം മുൻപ് സ്പെയിനിലെ സെവില്ലെ കത്തീഡ്രലിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടം കൊളംബസിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. കൊളംബസ് ഇറ്റലിക്കാരനല്ലെന്നും സ്പാനിഷുകാരനായ യഹൂദവംശജനാണെന്നും നിഗമനത്തിലെത്തി. 1451-ൽ ജനിച്ച കൊളംബസ് 1506 മെയ് 20-ന് സ്പെയിനിലെ വല്ലഡോസിയയിൽ മരണപ്പെട്ടു. കരീബിയൻ ദ്വീപായ ഹിസ്പാനിയോളയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സംസ്കരിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്യൂബയിലേക്കും പിന്നീട് സെവില്ലയിലേക്കും ശരീരാവശിഷ്ടം എത്തിച്ചു. ജാതി സെൻസസ് നടത്താൻ ഔദ്യോഗിക ഉത്തരവിറക്കിയ എത്രാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന? 3-ാമത്തെ. ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങൾ. 2024-ലെ ആഗോള പട്ടിണി സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് GHI-യിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. കഴിഞ്ഞ വർഷം 125 രാജ്യങ്ങളിൽ 111-ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ജനകീയമാക്കുന്നതിനായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CMFRI കൊച്ചിയിൽ ആരംഭിച്ച പരിപാടിയുടെ പേര് ഫിഷ് വാക്ക്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഏത് ചലച്ചിത്ര നടിയെയാണ് സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസഡറായി പ്രഖ്യാപിച്ചത്? രശ്മി മന്ദാന. ഫ്രാൻസിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജീവ് കുമാർ സിംഗ്ല ഇസ്രായേലിലെ സ്ഥാനപതിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു സഞ്ജീവ് കുമാർ സിംഗ്ല. 38-ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെയാകും മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് IIS പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് മുംബൈ. ടാറ്റ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ട്രസ്റ്റും കേന്ദ്ര സർക്കാരും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ സ്ഥാപിതമായ IIS മുംബൈ ചുനഭട്ടിലെ നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 4 ഏക്കർ ക്യാമ്പസിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതിയ മേധാവി പരമേശ് ശിവമണി.
നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ആദ്യത്തെ നായിക കൂടിയായ ചലച്ചിത്ര നടി അടുത്തിടെ അന്തരിച്ചു. പേര് നെയ്യാറ്റിൻകര കോമളം. 1958-ലാണ് നസീറിന്റെ ആദ്യ നായികയായി മരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ആന്ധ്രാപ്രദേശുകാരനായ ഡോക്ടർ അടുത്തിടെ അന്തരിച്ചു. ഡോക്ടർ പി. വേണുഗോപാൽ. 1994 ഓഗസ്റ്റ് 3-ന് ഡൽഹി എയിംസിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. 50,000-ലേറെ ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. 1984 ഒക്ടോബർ 31-ന് വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ പരിചരിച്ച അനുഭവങ്ങൾ ഉൾക്കൊന്ന ഭാര്യ പ്രിയ സർക്കാരുമായി ചേർന്ന് രചിച്ച ഹാർട്ട് ഫെൽറ്റ് എന്ന ഓർമ്മക്കുറിപ്പുകൾ കഴിഞ്ഞ ജൂലൈയിൽ പുറത്തിറക്കിയിരുന്നു. 2024 ഒക്ടോബർ 9-ന് അന്തരിച്ച ഇന്ത്യയിലെ വിഖ്യാതനായ വ്യവസായി രത്തൻ ടാറ്റ. തുടർച്ചയായി 21 വർഷം ടാറ്റ സൺസിന്റെ ചെയർമാൻ എമരിറ്റീസ് ആയിരിക്കെയാണന്ത്യം. വിദേശ കമ്പനികൾ ഏറ്റെടുത്ത് ടാറ്റയെ ആഗോളതലത്തിൽ വളർത്തിയ മികച്ച പൈലറ്റ് കൂടിയായ രത്തൻ ടാറ്റ അവിഹിതനായിരുന്നു. രത്തൻ ടാറ്റയുടെ പിൻഗാമിയാണ് ടാറ്റ ട്രസ്റ്റ് തലപ്പത്തേക്ക് അർദ്ധ സഹോദരൻ നവൽ ടാറ്റ തിരഞ്ഞെടുക്കപ്പെട്ടു.